എത്രയൊക്കെ കാഴ്ചകൾ കണ്ടാലും വിശേഷങ്ങൾ പറഞ്ഞാലും തീരാത്ത അത്രയും രഹസ്യങ്ങൾ പ്രകൃതി അവരുടെ മണക്കിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ടെന്നാണ് പറയുക. സോ അത്ര ഒരു കാഴ്ചയിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പോകുന്നത്. സോ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തെക്ക് വടക്കിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കിടലും സ്വാഗതം. സോ എവിടെയാണ് നമ്മളിപ്പോ നിലമ്പൂരിലുള്ള ടീക്ക് പ്ലാന്റേഷനിലാണ് നിൽക്കുന്നത്. ഇതിന്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ പുറകിലോട്ട് സഞ്ചരിക്കേണ്ടി വരും. 1840-കളിലാണ് ഈ ഒരു ടീക്ക് പ്ലാന്റേഷൻ അത് രൂപീകരിച്ചിരിക്കുന്നത്. ആര് രൂപീകരിച്ചു? HV കനോലി. അദ്ദേഹം വെറും സാധാരണ HV കനോലി അല്ല, മലബാർ എന്ന് പറയുന്ന ഏരിയയുടെ കളക്ടറായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള വെച്ച് പിടിപ്പിച്ച ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന തോട്ടങ്ങളിൽ ഒന്നാണെന്നുള്ള വിശേഷം കൂടിയുണ്ട്. അപ്പൊ തേക്കിന് ഇത്രയും വലിയൊരു തോട്ടം, അത് ഇത്രയും മനുഷ്യർ കാടിനെ അല്ലെ രൂപീകരിക്കുക എന്നുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് കുറെ മരങ്ങൾ നട്ട് ഇന്ന് അതൊരു കാടായിട്ട് വളർന്നിരിക്കുകയാണ്. സോ അതൊരു വലിയൊരു സംഭവം നിങ്ങളെ കാണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത്. പക്ഷെ അതിന് ആ സന്തോഷത്തിനൊപ്പം തന്നെ ചെറിയൊരു നിരാശ കൂടിയുണ്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലോട്ടിൽ കാണാൻ ഒരുപാടുണ്ട്. കാരണം ചാലിയാറിനെ കുറുകെ ഒരു പാലൊക്കെ കടന്ന് അതിന് അപ്പുറത്തേക്ക് ഒരു പ്ലാനിലോട്ടൊക്കെ പോവാം. പക്ഷെ നിർഭാഗ്യവശാൽ ആ പാലം മാറുകയും പുതിയൊരു പാലം പണി നിർമ്മാണം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കൊന്ന് നോക്കി കാണാൻ പറ്റും. ദൂരത്ത് നിന്ന് കാണിച്ചിരുന്നത് ആ കാണുന്നതാണ് കനോലി പ്ലോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കാണിച്ചു. എന്തായാലും നമുക്കൊന്ന് കറങ്ങി വരാം. ഇതൊക്കെ നല്ല രസകരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ബാക്കി നമ്മൾ കാണിച്ചു കണ്ടുകൊണ്ട് പോലെ വല്ല കുരങ്ങന്മാരൊക്കെ ഉണ്ടാണോ നോക്കാം. നമുക്ക് ഈ നടക്കുന്ന വഴിയില് സൈഡിലായിട്ട് ഇതിന് മില്ലുകളും ബിൽഡിങ്ങുകളും കാണാം അല്ലെ. ഇപ്പോഴും ബലിഷ്ഠമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് വർഷങ്ങൾക്കും ഇപ്പുറം. അതിൽ ഓരോ സെക്ഷനായിട്ട് അത് തിരിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ആദ്യം നമ്മൾ ആ മില്ല് കണ്ടു. അപ്പൊ അവിടെയാണ് ശരിക്കും മരം മുറിച്ചു കഴിഞ്ഞിട്ട് അതിനെ ലേലം വിളിക്കുന്നതിനും അതിലും കൊടുക്കാനായിട്ട് മാറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അത് സ്റ്റോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് അവിടെ കാണാൻ പറ്റും. ഇടയിൽ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്തെങ്കിലും എനിക്ക് തോന്നുന്നു ഇത് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വിടുന്ന ഏരിയ ആയിരിക്കാം. ഇപ്പൊ എന്തായാലും ഗവൺമെന്റ് അണ്ടറിൽ എന്നുള്ള രീതിയിലേക്ക് ഇത് വെച്ച് സീൽ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് സ്റ്റോക്ക് ചെയ്യാം. അപ്പോൾ ലേലം വിളിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വരെ സ്റ്റോർ റൂം. അപ്പൊ അത്യാവശ്യം ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ ഈ പുറമെന്ന് കാണുന്ന ഒരു ആവരണം പോലെയല്ല, ഉള്ളിലോട്ട് അത്യാവശ്യം ഒരു സ്ക്വയർ ഫീറ്റിൽ ഏരിയയിൽ അത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഷൂട്ടിനൊക്കെ ഒരു ക്ലൈമാക്സിന് പറ്റിയ സ്ഥലമാണ്. ഒരു ഗോഡൌൺ, കുറെ വില്ലന്മാര്, നല്ല അടിപൊളി കാടും. അങ്ങനെ നമ്മൾ അല്ലെ കാനന പാതയിലൂടെ വന്ന് മെല്ലെ കൽപ്പാതയിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ പോയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാലിയാർ പുഴയും കുതിരപ്പുഴയുടെ സംഗമം നടക്കുന്ന അല്ലെ പുഴ ക്രോസ് ചെയ്യേണ്ട വഴി. പക്ഷെ നമുക്ക് അതുവരെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് പരിമിതി ഉണ്ട്, ദൂരത്തുനിന്ന് കാണാൻ പറ്റില്ല. അതെ, ഇതിനപ്പുറത്തേക്ക് നമുക്ക് ക്രോസ് ചെയ്യാൻ തൽക്കാലം നിർവാഹമില്ല. കുറച്ചൊക്കെ കഴിയുമ്പോൾ പാലമണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നല്ലൊരു രസമുള്ള ഒരു സംഭവം ആയിരിക്കും. കാരണം രണ്ട് പുഴകൾ സംഗമിക്കുന്ന ഒരു സ്ഥലം, അത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതാണ് പ്ലോട്ടാണ് പ്ലാന്റേഷന്റെ കറക്റ്റ് അത് കാണുന്നുണ്ടെങ്കിൽ അപ്പുറത്തു നിന്നുള്ള രീതിക്ക് തന്നെ അറിയാൻ പറ്റും കുറേ കൂടിയും. പക്ഷെ നമുക്ക് അതുവരെ പോയിട്ട് മടങ്ങി വരാം അല്ലേ. പുഴ റോഡാണെങ്കിൽ ആ റോട്ടിലെ ട്രാഫിക് സൈനിൽ നമ്മൾ നിൽക്കണം അല്ലെ, ജംഗ്ഷനിലാണ്. കാരണം രണ്ട് പുഴ കൂടി ജോയിൻ ചെയ്യുന്നൊരു സ്പോട്ട് കൂടിയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടി നീങ്ങിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പാലം അല്ലെ കവർ ചെയ്യേണ്ടത്. പക്ഷെ ഇപ്പൊ നമുക്ക് അവിടെ പില്ലറൊക്കെ കാണാൻ പറ്റും, കുറച്ച് സ്റ്റോൺസ് ഒക്കെ കയറിയിട്ടുള്ളത് കാണാം. ഇപ്പൊ അടുത്ത് വന്ന ഫ്ലഡിനകത്ത് ആ പാലം പൊളിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, അത്രയും ഹൈറ്റിൽ ഇവിടെ ഫ്ലഡ് എഫക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഭയങ്കര ഹൈറ്റിൽ പണ്ട് കാലത്തൊക്കെ ഇവര് ഈ ഞങ്ങളിപ്പോ ആക്ച്വലി നേരെ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ പറഞ്ഞ ടീക്ക് പ്ലാന്റേഷൻ. സോ അവിടുന്ന് തടികളും കാര്യങ്ങളൊക്കെ ജങ്കാറിലായിരുന്നു കൊണ്ടുവന്നിരുന്നത് ഈ സൈഡിലേക്ക്. ഒപ്പം തന്നെ ചെറിയ ചെറിയ ബോട്ടുകളും വഞ്ചികളും നമുക്കിവിടെ കാണാനുണ്ട് സൈഡിൽ. പക്ഷെ അത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് അറിയില്ല. നമുക്കൊരു തുരുത്ത് കാണുന്ന ഒരു ഐലൻഡ് എങ്ങനെയാണെന്ന് കാണുന്നതിൻ്റെ ഒരു ദൂരദൃശ്യം പോലെ എൻ്റെ അപ്പുറത്തോട്ട് ഉണ്ട്. അത് കുറച്ചും കൂടി വൈഡായിട്ട് അല്ലേ.
പക്ഷെ അപ്പുറത്ത് പോയാലാണ് ഈ പറഞ്ഞ തേക്കിന്റെ കാണാൻ പറ്റുക. പക്ഷെ നമുക്ക് നിർവാഹമില്ല, ഇങ്ങനെ നോക്കി കാണാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ചാലിയാറും കുതിരപ്പുഴയും കൂടെ ജോയിൻ ചെയ്യുന്ന ആ ഒരു സംഗമം ജംഗ്ഷൻ, നേരത്തെ പറഞ്ഞ ട്രാഫിക് സിഗ്നൽ. പോയല്ലോ. ഒരു കാലത്ത് പോവാൻ മടിച്ചതും പക്ഷെ പിൽക്കാലത്ത് പോവാൻ ഒരുപാട് കൊതിച്ചതും ഒന്നേ ഉള്ളൂ. അത് നമ്മുടെ പഴയ വിദ്യാലയമുറ്റം തന്നെയാണ്. വർഷങ്ങൾക്കും ഇപ്പുറം ദൂരങ്ങൾ താണ്ടി എത്തുമ്പോഴും അല്ലെ, കുറച്ച് പഴയ വിദ്യാലയമുറ്റത്ത് ഒത്തുകൂടിയ കുറച്ച് വലിയ കുട്ടികൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. സോ നമസ്കാരം. എനർജിക്ക് ഒരു ഒട്ടും കുറവില്ല എന്നുള്ളത് കുറച്ച് നേരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വരെ അവിടെ വെച്ച് കാണുമ്പോൾ ഒരു ഭയങ്കര വൈബായിരുന്നു. എല്ലാവരും സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ക്യാമറ കണ്ടപ്പോ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടി വന്ന ആരായിരിക്കും? ഞാനാണ്. എന്താ പറയാ, ഇപ്പൊ വലിയ ഷാജി പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്നാലും എല്ലാ തരത്തിലും എല്ലാത്തിലും ഞാൻ ഉണ്ടായിരുന്നു. ബാക്ക് ബെഞ്ചർ ആയിരിക്കും. ബാക്ക് ബെഞ്ചിലല്ല, പക്ഷെ എല്ലാത്തിലും ബാക്കിലും മുന്നിലും ഞാൻ ഉണ്ടാവും. മതിലപ്പുറം എന്തെങ്കിലും വിഷയങ്ങൾ വന്നാൽ മുമ്പിലുണ്ടാവുന്നില്ല. എന്ത് തന്നെ ആയാലും ഇവരാരും ഇന്ന് വെറുത്തില്ല. അതിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഓ പൊളി, അത് നല്ലൊരു വരിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഗ്ലാമർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അന്നത്തെ കുഞ്ചാക്കോനാന്ന് തോന്നുന്നു അല്ലേ? ഞാന് അന്നത്തെ കുഞ്ചാക്ക പോവാനായിരുന്നു, പക്ഷെ ഇന്നെ ആർക്കും അന്ന് വേണ്ടിയില്ല. ചേച്ചി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇത്രയേറെ വെറുപ്പിന്റെ കാര്യം പറഞ്ഞാലും ഞങ്ങളെ ചോലക്കോട്ടം ഗ്രൂപ്പിന് പ്രിയപ്പെട്ടയാളാണ് ചോലക്കോട്ട യു പി സ്കൂൾ. ഇതിനകത്ത് ടീച്ചറായിട്ടുള്ള ആരെങ്കിലും രണ്ടു മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട്. അതാ സംസാരത്തിന്റെ ശൈലിയായിട്ട് ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ്. 28 വർഷമായിട്ട് അധ്യാപനം ചെയ്തുകൊണ്ടിരിക്കും. എൽ പി സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കാറുണ്ടോ അതോ? ഇല്ല, ഹൈസ്കൂൾ സെക്ഷനാണ്. ഇപ്പോ ഈ വർഷം LP കുറച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ടീച്ചറാണ് നമ്മളെ LP നഴ്സറി UKG LKG ടീച്ചറാണ് ഞാന്. അപ്പൊ ആ ഒരു ഇത് കാണും ഞങ്ങളെ കുട്ടികളെ. ശരിക്കും അവിടെ ടീച്ചർ സ്ട്രിക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഒന്നൊക്കെ ഇവിടെ കിടന്ന അവിടെയും കളി തന്നെയാണ്. കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ഞാൻ ചെറിയ വലിയ കുട്ടി. അപ്പൊ എന്തായാലും എല്ലാരും കൂടിയിട്ട് ഈ വൈബ് ഉള്ളതുകൊണ്ട് തന്നെ ചോലക്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, ഞങ്ങൾ തന്നെ നിങ്ങൾ വാങ്ങുമോ? തീർച്ചയായിട്ടും. ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ ഞങ്ങൾ ഒരു ചോദ്യം പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അയ്യോ പിന്നെ വെറുതെ ഞങ്ങൾ എങ്ങനെ തരണ്ടേ? അപ്പൊ ഒരു ചോദ്യം പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. കാര്യം ചെയ്തോ? ചോദ്യം ചോദിക്കാൻ മൈക്ക് പതുക്കെ മാറി. ഇത് നമ്മുടെ ക്ലാസ്സിൽ ടീച്ചർമാർ ചോദിക്കുന്ന ചോദ്യമൊന്നുമല്ല. ഇത് കുറച്ച് ഫണ്ണായിട്ടാണ്. നിങ്ങൾ എന്തായാലും പോകുന്ന കൂട്ടത്തില് പാട്ടുകളൊക്കെ പാടി പോകുന്നുണ്ടോ അല്ലെ? അപ്പൊ നമ്മൾ കുറെയൊക്കെ പാടി ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരിക്കും. ആ പാട്ട് ഏതാന്ന് കണ്ടുപിടിക്കണം. അതിന് തരുന്നത് 3-4 ചിത്രങ്ങളായിരിക്കും. ആ ചിത്രങ്ങൾ കൂട്ടി വെച്ചിട്ട് ഇത് ഏത് പാട്ടായിരിക്കും എന്നുള്ളത് ഗസ് ചെയ്യണം. ഈസിയാണ്. അപ്പൊ ഞാൻ പാസ് ചെയ്യട്ടെ. ഞാൻ ഫോൺ ഇങ്ങനെ പാസ് ചെയ്യാം. മൈക്കിൽ പറയണം. ഉത്തരം പറയുന്ന ആള് മൈക്കിൽ പറയും. മൈക്കിൽ പറയാം. കൈവക്കിയ മൈക്കിൽ തരാം. ഇങ്ങനെ പാസ് ചെയ്തോളൂ. വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. ആ ചിത്രങ്ങളിൽ എന്താണ് എല്ലാവരിലേക്ക് എത്തിയതിനു ശേഷം പറഞ്ഞാൽ മതി. അതെ, ക്ലാസ് ലീഡർ തന്നെ പറയാൻ വേണ്ടിയുള്ള ശ്രമമാണ്. പിടി കൊടുക്കണില്ല ഫോൺ അല്ലേ? അതിന്റെ അവിടെ കൈവക്കുന്നുണ്ട്. എന്താണ്? മൈക്കില് മാനേ മാധുര കരിമ്പേ മലർത്തേനെ മാതന കുഴമ്പേ ഒന്ന് വന്നാട്ടെ വന്ന് നിന്നാട്ടെ എന്റെ ചൊല്ലെ ചൊല്ലെ നാവിറങ്ങിപ്പോയോ മാനേ മാധുര കരിമ്പേ മലർത്തേനെ മാതന കുഴമ്പേ. പാട്ടൊക്കെ വൈബായി. പക്ഷെ ഉത്തരം കറക്റ്റ് ആയ പോലെ അങ്ങ് പാടി ഇതല്ലേ? പക്ഷെ ഉത്തരം കറക്റ്റ് ആണോ? പാട്ട് നന്നായിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഉണ്ട്. അപ്പൊ അങ്ങ് കോഴിക്കോടുള്ള ചോലക്കൂട്ടത്തിന്റെ ഒപ്പം കണ്ണൂരിൽ നിന്ന് വന്നിട്ടുള്ള ടീച്ചർ വെറുതെ വന്നല്ല. റൈറ്റ് ആൻസർ ആണ്.
അങ്ങനെ ഉത്തരം മാത്രമല്ല, ഉത്തരം തന്നെ ഒരു ഗംഭീര പാട്ടായി പാടി തന്ന അല്ലെ. അപ്പൊ കൊടുക്കണ്ട, ഗിഫ്റ്റ് കൊടുക്കണം. അപ്പൊ നമുക്ക് അതെ ടീച്ചർ തന്നെ വരൂ. ടീച്ചർ എന്തായാലും കറക്റ്റ് ഉത്തരം പറഞ്ഞ ടീച്ചർക്ക് സൂര്യ കോമഡിയുടെ ഒരു അടിപൊളി ഗിഫ്റ്റ്. അതുകൊണ്ട് തീരുന്നില്ല, ഒപ്പം തന്നെ കാശി നെല്ലിക്ക കാന്താരി സിറപ്പാണ്. ശരിക്കും നെല്ലിക്കയും വയനാടൻ സിറപ്പുകൾ ചേർന്നിട്ടുള്ള അത്ര പ്രകൃതി ഉത്തമ സംഭവമാണ്. എനർജി അങ്ങ് ബൂസ്റ്റ് ആവാനുള്ള സിറപ്പ് കൂടിയാണ്. സോ കൊടുത്തോളൂ. യെസ്. അപ്പൊ കൺഗ്രാറ്റ്സ്. അപ്പൊ ഇതുപോലെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോട്ടെ. നേരത്തെ പറഞ്ഞ മാതിരി ചോലക്കൂട്ട് ഇങ്ങനെ വലുതായി ഈ പ്രോഗ്രാം കാണുന്നവർ ആരെങ്കിലും ഈ കൂട്ടത്തിൽ ചേരാനുണ്ടെങ്കിൽ ഇവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പ്ലീസ് കം. ഓക്കെ ബൈ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. നല്ല നല്ല വളരെ മികച്ചൊരു കോമഡി ആയിരുന്നു. യെസ്. അപ്പൊ എന്തായാലും കാടുകൾ താണ്ടി അല്ലെ, മേടുകൾ കണ്ട് പുഴതീരവും കണ്ട് ഫൈനലി നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ ആ പോയിന്റിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പൊ മെല്ലെ ഇവിടുന്ന് വിടാനുള്ള സമയം കൂടിയാണ്. സോ അല്ലെ ഇവിടുന്ന് പോവാം. അതിനു മുമ്പ് എനിക്ക് വയ്യടാ, ഒന്ന് റെസ്റ്റ് എടുക്കണം. അപ്പൊ അടുത്ത് എങ്ങടെ പോവാനുള്ളത്? അടുത്ത് നമുക്ക് ബാംഗ്ലൂർ ഹില്ലാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ അവിടെ പോകുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് വെള്ളം കുടിക്കട്ടെ. നിങ്ങൾ അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ചായ ഒക്കെ ഇടാണെങ്കിൽ പോയി ചായ ഇട്ടിട്ട് വാ. യെസ്. ചിന്ന ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു തെക്കുവടക്ക്. അങ്ങനെ നിലമ്പൂരിന്റെ കാഴ്ചകളിൽ കുറച്ചും കൂടി ചരിത്ര പ്രാധാന്യമുള്ള ഒരു മണ്ണിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലെ. ഒരുപക്ഷെ നമുക്ക് കൗതുകം തോന്നുന്ന ഒരുപക്ഷെ കെട്ടിടങ്ങളോ പഴയ ബംഗ്ലാവുകളൊക്കെ കാണുമ്പോൾ, പക്ഷെ അതിന് പിന്നിൽ അല്ലെ രേഖപ്പെടുത്തി കുറച്ച് ചരിത്രങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്തത് ഇവിടേക്കാണ് വന്നിരിക്കുന്നത്. ബംഗ്ലോ ഹിൽസ് എന്ന് പറയുന്നത് നിലമ്പൂരിലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് ബംഗ്ലോ ഹിൽസ് അഥവാ ബംഗ്ലാവ് കുന്ന്. ഇന്ന് ഇത് ആക്ച്വലി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണെങ്കിൽ പോലും പണ്ട് കാലത്ത് ബ്രിട്ടീഷ് ഓഫീസേഴ്സിന്റെ ഔദ്യോഗിക വസതി കൂടിയായിരുന്നു ഇത് മാറിയത്. പിന്നീടാണ് അത് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ അത് മാറി. അതിന്റെ ഇടയിൽ ഇത് മലബാർ കലാപം നടക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആക്രമിക്കപ്പെട്ടു. ഈ ഭാഗത്തൊക്കെ മലബാർ കലാപം ഒരുപാട് എഫക്ട് ചെയ്തൊരു സ്ഥലമാണ്. ആ സമയത്ത് ഇത് ആക്രമിക്കപ്പെടുകയും പിന്നീട് 1928 ഇത് ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുകയും അതുപോലെ തന്നെ സിനിമാക്കാരുടെ പ്രിയപ്പെട്ട ലൊക്കേഷൻ ആയിട്ട് മാറുകയും അല്ലെ. കാരണം ഭാർഗവി നിലമ്പൂരുള്ള സിനിമകൾക്കൊക്കെ പ്രധാന ലൊക്കേഷൻ കൂടിയായിരുന്നു. മെല്ലെ മെല്ലെ നടന്നു കയറിയാലോ. ശരിക്കും പഴമയുടെ ചരിത്രം തേടി കാണുമ്പോഴും അതിനൊപ്പം തന്നെ പുതുമ കൂടിയും സംഗമിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ശരിക്കും ഇവിടുത്തെ ബംഗ്ലാവ് കാഴ്ചകൾക്ക് മുമ്പായിട്ട്, നമ്മൾ അകത്തെ കാഴ്ചകൾക്ക് മുമ്പായിട്ട് പുറം കാഴ്ചകളുണ്ട്. അത് മറ്റൊന്നുമല്ല, ആധുനികതയെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്കൈ വാക്കുമാണ്. ഏകദേശം ഒരു 100 മീറ്ററോളം നീളമുള്ള ഈ വനയാത്രയൊക്കെ നമ്മൾ നടത്താറുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി ഒരു ടോപ്പ് വ്യൂവില് ഒരു ആകാശ ദൃശ്യം പോലെ അല്ലെ. നമ്മൾ വനത്തിനെ ശല്യപ്പെടുത്താതെ നമ്മൾ ഇങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ നടന്നു പോകുന്നു. അതെ. അപ്പോൾ സ്കൈ വാക്കിന്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. നടന്നു കയറാം. പക്ഷെ ഈ ഒരു വ്യൂ കാണുമ്പോൾ നമ്മുടെ ആ ഒരു കിതപ്പൊക്കെ നമ്മളങ്ങ് മറക്കുകയാണ്. നല്ല രസകരമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും പറയേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സ്കൈ വാക്ക് എന്ന രീതിയിലേക്ക് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് ഒരേ രീതിയിലേക്ക് അല്ലെ ലെവലിലാകും പോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്കിത് ഓൾറെഡി അറിയാം കുന്നിൻ മുകളിലുള്ള ബംഗ്ലാവ് ആണെന്നുള്ളത്. അപ്പോൾ ആ കുന്നിൻ ചെരുവിനോട് ചേർന്നുള്ള ആ ലാൻഡ്സ്കേപ്പിനനുസരിച്ചാണ് ഇത് വന്നിട്ടുള്ളത്. ഒരു സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് ഇറങ്ങി വരുന്നത്. എന്നാലോ അതേ മരങ്ങൾക്കൊരു ഹൈറ്റ് പോലെ തന്നെ, മരങ്ങൾക്കിടയിലൂടെ മരങ്ങൾക്കൊപ്പം നമ്മൾ പറയുന്ന പോലെ ഉള്ള ഒരു ഫീലാണ്. ശരിക്കും അത് ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നമ്മൾ ഇവിടെ താഴത്തോടെ കുരങ്ങന്മാരൊക്കെ കുറെ പോകുന്നുണ്ട്, മൃഗങ്ങളൊക്കെ പോകുന്നുണ്ട്. സോ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ നമ്മളെ
ശല്യപ്പെടുത്താൻ വരില്ല, നമ്മൾ അവരെയും ശല്യപ്പെടുത്താൻ പോകണില്ല. അങ്ങനെ ഒരു ആശയം പല സ്ഥലങ്ങളിലും കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ അകത്തെ കാഴ്ചകൾക്ക് മുമ്പാണ് ഇങ്ങോട്ട് വന്നത്. സ്ക്വയർ വാക്ക് കണ്ട് നടന്ന് ഇനി നമ്മൾ അകത്തെ കാഴ്ചകളിലോട്ട് പോകാം അല്ലേ? പോയാലോ? രോഹ, ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഈ ജനലിന്റെ മുകളിലുള്ള കളർ, പലതരത്തിലുള്ള കളർ പാറ്റേൺസ് ഇവർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ലൈറ്റ് അടിക്കുന്ന സമയത്ത് സൂര്യന്റെ വെളിച്ചമൊക്കെ വരുമ്പോൾ ഇതിനകത്തോട്ടും ഈ ലൈറ്റ് അങ്ങ് കയറി വരും. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് പണ്ടത്തെ എന്നുള്ള രീതിയിലേക്ക് യൂറോപ്യൻ സ്റ്റൈലാണ് ഇപ്പൊ ഈ കൊച്ചിയിൽ തന്നെ നിർമ്മിതമായിട്ടുള്ള പല കൊളോണിയൽ സ്റ്റൈലിൽ കൊണ്ടുവരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നിർമ്മിതികളാണ്. ചെറിയൊരു വിൻഡോന്റെ പാറ്റേൺ ആണെങ്കിലും ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും ആ രീതിയിലുള്ളതാണ്. പക്ഷെ ഇക്കാലത്ത് നിർമ്മിതി മാറിയിട്ടുണ്ട്. പക്ഷെ മധ്യ തിരുവിതാംകൂറിൽ കൊച്ചിയിൽ കുറേയേറെ സംഭവങ്ങളായിരിക്കും കാണാൻ പറ്റും. നല്ല കാറ്റും ആയിരിക്കും. ഒരു ഫുൾ ജനലാണ് ഇവിടെ മൊത്തം, എവിടെയും അടച്ചിട്ടിട്ടില്ല. നല്ല കാറ്റും വെളിച്ചം ഇഷ്ടം പോലെ കിട്ടും. ഇങ്ങനൊക്കെ ഒരു വീട് വെക്കണം അല്ലേ? കാടിന് കാട്, തണുപ്പിന് തണുപ്പ്, ഒപ്പം തന്നെ അതിന്റെ ഒരു ഓവർവ്യൂ അല്ലേ? ഒരുപക്ഷെ പഴയ നിർമ്മിതികളെ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന അതിന്റെ രീതി തന്നെയാണ് അല്ലെ? ഒരു ആർക്കിടെക്ചർ പണ്ടത്തെ എന്താന്നുള്ളത് ശരിക്കും പഠിക്കാൻ ഏറെയുണ്ട്. പക്ഷെ കാണാനും ഒരു കൊതി തോന്നുന്ന, കൗതുകം തോന്നുന്ന രീതിയിലേക്ക് തന്നെയാണ് അല്ലെ? അപ്പൊ എന്തായാലും നിലമ്പൂർ വരുന്ന സമയത്ത് മിസ് ചെയ്യാൻ പറ്റാത്ത കാഴ്ചകളൊന്നാണ്. ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമല്ല, നമ്മൾ കണ്ട വലിയ ഫ്രെയിമിൽ കണ്ട അതേ സാധനം നമുക്ക് നേരിട്ട് നടക്കാനൊക്കെ പറ്റും. ഇതിലൂടെയൊക്കെയാണ് ബ്രിട്ടീഷുകാരൊക്കെ പണ്ട് നടന്നു പോയത്. ഞങ്ങളും ബ്രിട്ടീഷുകാരൊക്കെ പോരെ, ഞങ്ങൾ വർഷങ്ങൾ പുറകിലോട്ട് സഞ്ചരിച്ചു. അപ്പൊ എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ വലുതാണെങ്കിലും 5 മിനിറ്റ് മാത്രമാണ് ഇതിന്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ നടക്കാൻ അനുവദിക്കുന്നത്. മാത്രം അതിനുള്ളിൽ കണ്ട് ഇറങ്ങണം എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കും. ഞങ്ങളെ പുറത്താക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പതിയെ ഇവിടുന്ന് പടിയിറങ്ങുകയാണ്. അതെ. അപ്പൊ 5 മിനിറ്റിലെ കാഴ്ചകളല്ലെങ്കിലും നമുക്ക് കാണിക്കാൻ കുറെ കാഴ്ചകളുള്ളതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മെല്ലെ വിടാം അല്ലെ? അപ്പൊ അവിടെ കാണാം. വെൽക്കം ബാക്ക് ടു തെക്കുവടക്ക്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്നത്, എനിക്കൊന്ന് തെക്കുവടക്കിൽ പലപ്പോഴും നമ്മളെ വാട്ടർ തീം പാർക്കിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ പ്രകൃതി ഒരുക്കിയ ഒരു വാട്ടർ തീം പാർക്ക് അങ്ങനെ പറയേണ്ടി വരും അല്ലെ? കാരണം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ റൈഡുകൾ കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുള്ളത് തന്നെയാണ് സത്യം. നമ്മളിപ്പോ അങ്ങനെ നിലമ്പൂരിന്റെ കാഴ്ചകളിലൂടെ നമ്മളിവിടെ എത്തി നിൽക്കുന്നത് ആട്യംപാറ വെള്ളച്ചാട്ടത്തിലാണ്. സോ ഇതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ കാടും കാടിന്റെ നടുവിലൂടെ നമ്മുടെ ചാലിയാർ നദി ഒഴുകി പോകുന്ന കാണാൻ നല്ല, ശരിക്കും ചാലിയാറിന്റെ തന്നെ പോഷക നദിയായിട്ടുള്ള കാഞ്ഞിരപ്പുഴ ശരിക്കും ഇതിലൂടെ പോകുന്നുള്ള രീതിയിലേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും എന്തുകൊണ്ട് വാട്ടർ തീം പാർക്ക് എന്നുള്ളത് വിളിക്കുന്നു എന്ന് നമുക്ക് അകത്ത് കയറുമ്പോൾ മനസ്സിലാവും. കാരണം ഫ്ലാഷ് ഒക്കെ പോലെ കറക്റ്റ് നമുക്ക് ഉഴുന്നൊക്കെ വന്ന് വലിയ കാര്യമുണ്ട്. കയറി വരുമ്പോ തന്നെ ഇവിടെ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് ഒരു കുരങ്ങച്ച നിൽപ്പുണ്ട്. ഹലോ മാൻ, പറയൂ. ഓക്കെ, ശരി. അപ്പൊ ഇല്ലാത്തോണ്ട് തിരിച്ചു അപ്പൊ നമുക്ക് മെല്ലെ ഓടി പോയാലോ? പൂട്ടാറായി. എത്ര പെട്ടെന്ന് നമുക്ക് ശരിക്കും നമ്മൾ പൊതുവെ നിലമ്പൂര് കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥ പ്രതീക്ഷയെങ്കിലും അത് വെള്ളത്തിലൂടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ശരിക്കും. ആൻഡ് ഇവിടെ വരുന്ന സമയത്ത് ഇപ്പൊ വെള്ളം പൊതുവെ കുറവാണ്. എന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വഴുക്കലുണ്ട്. നമുക്കൊരു ഗ്രിപ്പുള്ള ഒരു ഷൂവോ സംഭവങ്ങളോ ഇട്ട് വന്നില്ലെങ്കിൽ
കയ്യിൽ നിന്ന് പോകും. പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു പോക്ക, അത് വൈഡ് വ്യൂവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഇങ്ങനെ ഒഴുകി അങ്ങ് പോകും. സോ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. കുളിക്കാനൊന്നും അധികാരം അലോ ചെയ്യാറില്ല, പക്ഷെ നിങ്ങൾ സ്വന്തം റിസ്കിൽ ഇറങ്ങുകയാണെങ്കിൽ തന്നെ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഏകദേശം ഒരു 10-22 പേരോളം മരിച്ചു എന്നുള്ള വലിയ ബോർഡിൽ തന്നെ ഒരു ഇടയ്ക്കിടയ്ക്ക് സൂചനാ ബോർഡ് വരുന്നുണ്ട്, അടുത്തൊരാൾ നിങ്ങൾ ആവരുതെന്ന് കൂടി തരുന്നത്. അപ്പൊ വിനോദത്തിന്റെ ഒപ്പം സുരക്ഷ കൂടെ അവർ ഉറപ്പ് വരുത്തുന്നുണ്ട് അല്ലെ. അല്ല നമുക്ക് നടന്നാലോ? ഇവിടെ തന്നെ പല ആംഗിളിൽ പല വ്യൂ ആണ്, അതെങ്ങനെ ഒഴുകിയെടുക്കാണ്. സാധാരണ വാട്ടർഫോൾസ് പറയുമ്പോൾ നമുക്ക് ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്, പക്ഷെ ഇതിനൊപ്പം തന്നെ കുളിക്കാനും അല്ലെ കളിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് വെള്ളച്ചാട്ടം പോകുന്ന വഴിയിൽ തന്നെ അങ്ങ് അറ്റം വരെ നമുക്ക് വ്യൂ പോയിന്റ് അവർ സെറ്റ് ചെയ്ത് സൈഡിലായിട്ടുണ്ട്, പാത്ത് വേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അതുപോലെ ഒരു കിടിലൻ വ്യൂ പോയിന്റ് നമുക്ക് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെല്ലെ നമുക്കൊരു പാത്ത് വേ കൈവരിയൊക്കെ പിടിച്ച് അങ്ങോട്ട് പോവാം. അങ്ങനെ യെസ്, ആര്യമ്പാറയിലെ ഏറ്റവും ബെസ്റ്റ് വ്യൂ പോയിന്റിൽ അങ്ങനെ ഫൈനലി നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പൊ ശരിക്കും ഒഴുകി പോകുന്നതിന്റെ അവസ്ഥ എന്താണെന്ന് കറക്റ്റ് നല്ലോണം മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ അതിന് നിൽക്കുന്നില്ല. പക്ഷെ എനിക്കിത് കാണുമ്പോ എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ മുകളിൽ ഇങ്ങനെ കാലിങ്ങനെ വെച്ചിരിക്കുക, അപ്പൊ നമ്മളിങ്ങനെ ഒഴുകി ഇവിടെ അങ്ങ് വന്ന് വീടും. നമ്മുടെ വീകാലായിട്ട് പോയ ഒരു അവസ്ഥ. അങ്ങനെ ഒഴുകിയിട്ടാണ് കുറെ പേര് ആ വഴിക്ക് അങ്ങ് ഒഴുകി പോയത്. അപ്പൊ എന്തായാലും വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി റോക്കിന്റെ അല്ലെ ഒരു ടോപ്പ് വ്യൂ കുറച്ചുകൂടി കാണാൻ പറ്റും. പക്ഷെ ഇതൊക്കെ അത്യാവശ്യം മഴക്കാലത്ത് ഈ കൈവരി വരെ ഏകദേശം വെള്ളം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂയോട് കൂടി തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. അതെ, നിലമ്പൂരിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അതെ, അപ്പൊ നമുക്ക് എന്തായാലും പുതിയ വിശേഷങ്ങൾ കാഴ്ചയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ കൂടെ തന്നെ ദിസ് ഈസ് റോഹൻ ലോന ആൻഡ് അമീൻ മർദിൽ സൈനിങ് ഓഫ്.